നമസ്കാരം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിത്തറ. ഈ അടിത്തറയുടെ പുറത്ത് ആയിരക്കണക്കിന് കുറ്റവാളികൾ രക്ഷപ്പെടുന്നു, പ്രത്യേകിച്ച് സ്വാധീനമുള്ളവർ. എന്നാൽ നിരപരാധികൾ സ്വാധീനമില്ലെങ്കിൽ, പണമില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം ശിക്ഷകളാണ് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും സങ്കടകരമായ സംഗതി. ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരു ഘട്ടമുണ്ട്, വിചാരണ തടവുകാരൻ എന്ന ഘട്ടം. രാഷ്ട്രീയ മേലാളന്മാർ, പോലീസ് ഏമാന്മാർ അവർക്ക് പക വീട്ടുന്നതിന് വേണ്ടി നിരപരാധികളുടെ മേൽ ചുമത്തുന്നത് ഇതാണ്. പാശ്ചാത്യ വികസിത രാജ്യങ്ങളിലൊക്കെ ഒരു പ്രതി കുറ്റക്കാരനാണ് എന്ന് വിചാരണ നടത്തി തെളിയിച്ചാൽ മാത്രമേ ജയിലിൽ അടയ്ക്കൂ. നമ്മുടെ നാട്ടിൽ ഒരാളുടെ മേൽ ഒരു കുറ്റം ചുമത്തുക, അപ്പോൾ തന്നെ പിടിച്ച് ജയിലിലിടുക എന്ന വൃത്തികേട് തുടരുന്നു. അതുകൊണ്ട് മാധ്യമപ്രവർത്തകനെയും പൊതുപ്രവർത്തകരെയും ഒക്കെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തും പര്യാപ്തമാണ്. വാർത്ത ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ 100-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഈ സംവിധാനം പൊളിച്ചെഴുതണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹം കൂടെ ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. കള്ളക്കേസിൽ കുടുങ്ങി വിചാരണ തടവുകാരായി ജയിലിലായി പിന്നീട് നിരപരാധികൾ എന്നറിഞ്ഞ് വിട്ടയക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ഒന്നും ശബ്ദം ആരും അറിയുന്നില്ല. എന്നാൽ ഇടയ്ക്കെങ്കിലും ചില സാധാരണ മനുഷ്യർ നിരപരാധികളായിട്ടും ശിക്ഷിക്കപ്പെടാറുണ്ട്. അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവരുടെ അവസ്ഥ അതിദയനീയമാണ്. ഞാൻ എപ്പോഴും സങ്കടത്തോടു കൂടി ഓർക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിൻ്റെ ദുർവിധിയാണ്. ആനന്ദ് വിശ്വനാഥ് 2014 മൂന്നാർ ഗവൺമെൻറ് കോളേജിൽ പരീക്ഷ നടക്കുമ്പോൾ MA എക്കണോമിക്സ് വിദ്യാർത്ഥികൾ കോപ്പിയടിച്ചത് പിടിക്കുകയാണ്. 4 SFI പ്രവർത്തകരെയാണ് ആനന്ദ് വിശ്വനാഥ് പിടികൂടിയത്. ഇവരുടെ കാര്യം യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നു. പക്ഷേ ഉദ്യോഗസ്ഥൻ CPM അധ്യാപക സംഘടനയുടെ പ്രതിനിധിയായതുകൊണ്ട് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, CPMൻ്റെ മൂന്നാർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഗൂഢാലോചന നടത്തി 4 പെൺകുട്ടികളും അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. ആ 4 കേസുകളിൽ 2 എണ്ണത്തിൽ വിശ്വനാഥനെ കോടതി വെറുതെ വിടുന്നു. 2 എണ്ണത്തിൽ വിശ്വനാഥൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് 3 വർഷം തടവ് വിധിക്കുന്നു. വിശ്വനാഥൻ 3 വർഷവും തടവ് അനുഭവിച്ചു. വിശ്വനാഥന് കുടുംബം നഷ്ടപ്പെട്ടു, വിശ്വനാഥന് തൊഴിൽ നഷ്ടപ്പെട്ടു, വിശ്വനാഥന് മാനം നഷ്ടപ്പെട്ടു, വിശ്വനാഥന് ജീവിതം നഷ്ടപ്പെട്ടു. 10 വർഷം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പലയിടങ്ങളിലും കയറി ഇറങ്ങി. ഒടുവിൽ പെൺകുട്ടികൾ കോടതിയോട് പറഞ്ഞു, CPM നേതൃത്വം നിർബന്ധിച്ചതുകൊണ്ടാണ് ഞങ്ങൾ കള്ളമൊഴി കൊടുത്തതെന്ന്. വിശ്വനാഥനെ കുറ്റവിമുക്തനാക്കി. വിശ്വനാഥന് നഷ്ടപ്പെട്ട 10 വർഷം, ജയിലിൽ കഴിഞ്ഞ 3 വർഷം ആര് നഷ്ടപരിഹാരം നൽകും? സമാനമായ ഒരു കേസ് മനോരമ ഒരു സൺഡേ സപ്ലിമെന്റിലൂടെ പുറത്തു കൊണ്ടുവരുന്നു കഴിഞ്ഞ വർഷം. തലശ്ശേരി കതിരൂർ സ്വദേശിയായ VK താജുദ്ദീൻ്റെ കഥയാണത്. താജുദ്ദീൻ ഖത്തറിൽ ഒരു റെന്റേ കാർ ബിസിനസ് നടത്തുകയാണ്. മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ വന്നപ്പോൾ ഇവിടെയുണ്ടായ ഒരു സ്കൂട്ടർ മോഷണ കേസിൽ പ്രതിയാകുന്നു. താജുദ്ദീനെ മനസ്സാവാച ബന്ധമുള്ള കേസല്ല. എന്നിട്ടും 54 ദിവസം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞു. നിയമ പോരാട്ടം നടത്തി തൻ്റെ നിരപരാധിത്വം തെളിയിച്ച താജുദ്ദീൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചത്. ഹൈക്കോടതി 10 ലക്ഷം രൂപ താജുദ്ദീനും താജുദ്ദീനൊപ്പം വേദന അനുഭവിച്ച 3 മക്കൾക്കും ഭാര്യയ്ക്കും ഓരോ ലക്ഷം രൂപയും നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ചു. അങ്ങനെ 14 ലക്ഷം രൂപ താജുദ്ദീനും കുടുംബത്തിനും ഇനി സർക്കാർ കൈമാറണം. ആ പണം സർക്കാർ കൈമാറുകയും ഈ കള്ളക്കേസെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യാനാണ് ഉത്തരവ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇടത് യൂണിയന് വേണ്ടപ്പെട്ടവരാണെങ്കിൽ സർക്കാർ അവർക്ക് ഇളവ് ചെയ്തു കൊടുക്കും. നമ്മുടെ നികുതി പണത്തിൽ നിന്നും ആ പണം കൊടുക്കും. ആ കേസിന്റെ ചരിത്രം മലയാള മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഖത്തറിൽ റെന്റേ കാർ ബിസിനസ് നടത്തിയിരുന്ന താജുദ്ദീൻ 2018 ജൂൺ 25-നാണ് നാട്ടിലെത്തിയത്. ജൂലൈ 11 പുലർച്ചെ 1 സഹോദരിയുടെ വീട്ടിൽ നിന്നും കുടുംബസമേതം മടങ്ങുമ്പോൾ പോലീസ് തടഞ്ഞ് മണ്ണിൽ താഴ്ന്ന ജീപ്പ് ഉയർത്താൻ സഹായം തേടി. മറ്റുള്ളവർ സഹായിച്ചെങ്കിലും നടുവേദനയുള്ള താജുദ്ദീൻ വണ്ടിയിൽ തന്നെ ഇരുന്നതോടെ കള്ളൻ എന്ന് വിളിച്ച് പോലീസ് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. ഒരാഴ്ച മുൻപ് സ്കൂട്ടറിലെത്തിയ സ്ത്രീയുടെ 5.5 പവൻ മാല പൊട്ടിക്കുന്ന CCTV ദൃശ്യത്തിൽ കാണുന്ന ആളാണെന്ന് പറഞ്ഞ് താജുദ്ദീനെ അറസ്റ്റ് ചെയ്തു. കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വസ്ത്രമഴിച്ചു നിർത്തി, തെളിവെടുപ്പ് നടത്തി, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ നാണം കെടുത്തി. 54 ദിവസത്തിന് ശേഷം ഹൈക്കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടിയത്. യഥാർത്ഥ പ്രതി മറ്റൊരാളാണെന്ന് പിന്നീട് കണ്ടെത്തി. സമയത്ത് തിരിച്ചു പോകാനാവാതെ താജുദ്ദീന് ജോലി നഷ്ടപ്പെട്ടു. കേസിലെ വീഴ്ചയ്ക്ക് SI സ്ഥലം മാറ്റിയിരുന്നു. താജുദ്ദീൻ നേരിട്ട പീഡനം സംബന്ധിച്ച് 2018 നവംബർ 4-ന്
മലയാള മനോരമ ഞായറാഴ്ചയിൽ കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരുന്നു. പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു കോടതി. മാലയോ സ്കൂട്ടറോ കണ്ടെത്താതെ ഊഹങ്ങൾ വെച്ച് പ്രതിയാക്കി. CCTV ദൃശ്യത്തിലുള്ളയാൾ താജുദ്ദീനെ പോലെ അല്ലെന്നത് പരിഗണിച്ചില്ല. കോൾ ഡാറ്റയും ടവർ ലൊക്കേഷനും പരിശോധിക്കണമെന്ന ആവശ്യം ചെവിക്കൊണ്ടില്ല. കണ്ണൂർ ചക്കരക്കൽ സ്റ്റേഷനിലെ SI P ബിജു, ASIമാരായ യോഗേഷ്, T ഉണ്ണികൃഷ്ണൻ എന്നിവരിൽ നിന്നാണ് ഈ ദുരനുഭവമുണ്ടായത്. വാസ്തവത്തിൽ മണ്ണിൽ താഴ്ന്നുപോയ പോലീസ് ജീപ്പ് ഉന്താൻ സഹായം ചോദിച്ചപ്പോൾ അതിനുവേണ്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങാതെ ഇരുന്നു എന്നതിൻ്റെ ദേഷ്യമാണ് താജുദ്ദീനോട് പോലീസ് ചെയ്തത്. അതിന് പകരമായി താജുദ്ദീനെ അറസ്റ്റ് ചെയ്ത് 54 ദിവസം ജയിലിലടയ്ക്കുന്നു, തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ പോലീസുകാർക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇത്തരം നെറുകേടുകൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത്. അതിനുള്ള ഒന്നാം തരം മറുപടിയാണ് ഈ ശിക്ഷാവിധി. ദയവായി ഇനി വരാൻ പോകുന്ന സർക്കാർ, കാരണം ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുകയാണ്, ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ പുതിയ സർക്കാർ വരും. ഈ സർക്കാർ ദയവായി ഈ പണം പൊതുഖജനാവിൽ നിന്നെടുത്ത് കൊടുക്കരുത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്നും അവരുടെ വിരമിക്കൽ ആനുകൂല്യത്തിൽ നിന്നും പിടിച്ചു കൊടുക്കണം. അവർക്ക് ജീവിക്കാൻ വേണ്ടി, കുടുംബം നടത്താൻ വേണ്ടി 10,000-15,000 രൂപ കൊടുത്തിട്ട് ബാക്കി പണം മുഴുവൻ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതുവരെ കാത്തിരിക്കേണ്ട ബാധ്യത താജുദ്ദീൻ ഇല്ലാത്തതുകൊണ്ട് താജുദ്ദീന് ഖജനാവിന് പണം കൊടുത്തോളൂ. പക്ഷേ പ്രത്യേക ഉത്തരവിറക്കി എന്തു സാഹചര്യത്തിലാണെങ്കിലും ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും പണം ഈടാക്കും എന്ന് പറഞ്ഞാൽ മാത്രമേ ഇങ്ങനെ കള്ളക്കേസെടുക്കുന്നത് അവസാനിക്കൂ. രാഷ്ട്രീയ മേലാളന്മാർ നിർദ്ദേശിക്കുമ്പോൾ ആർക്കെതിരെയും കള്ളക്കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെതിരെയുള്ള താക്കീതാണിത്. ഇത്തരം കള്ളക്കേസിൽ കുടുങ്ങിയവർക്ക് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരത്തിന് പോവാൻ പുതിയ വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. കാരണം ഈ കേസിന്റെ വിധി ഈ കേസിന് മാത്രം ബാധകമെന്ന് കോടതി പറഞ്ഞിട്ടില്ല. മറുനാടനടക്കം പോലീസിന്റെ കള്ളക്കേസിനിരയായി വേട്ടയാടപ്പെട്ട മനുഷ്യർക്കൊക്കെയുള്ള പുതിയ വാതിലാണ് ഹൈക്കോടതി തുറന്നിടുന്നത്. നിങ്ങൾ പൂർണ്ണമായും നിരപരാധിയായിട്ടും രാഷ്ട്രീയ മേലാളന്മാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം കള്ളക്കേസ് കൊടുത്ത സാഹചര്യമുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ നടപടി ആരംഭിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ കുറ്റവിമുക്തരാക്കപ്പെട്ട് കഴിയുമ്പോൾ. നല്ല വക്കീലിനെ വെച്ച് കേസ് വാദിച്ചാൽ കുറ്റവിമുക്തി കേസിൽ പോലീസിന്റെ വീഴ്ച കോടതി എണ്ണി പറയും. അത് നഷ്ടപരിഹാരത്തിനുള്ള വാതിലായി മാറും. ഇനി കള്ളക്കേസെടുക്കുന്നവർക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് നഷ്ടപരിഹാരത്തിന് കോടതിയിലേക്ക് പോയാൽ ഇവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും അവസാനിക്കും.